റൂമിൽ കൊണ്ട് തന്നായിരുന്നു. അതേമേ. ആമി, നീ കുടിച്ചതും ആ പാല് തന്നെയാണെന്നുള്ളത് ഉറപ്പല്ലേ? നീ എന്തിനാണ് എന്നോട് കള്ളം പറയുന്നത്? ഞാൻ കള്ളമല്ലമ്മേ പറഞ്ഞത്. 2 പേർക്ക് ഞാൻ കൊടുത്തത് ഒരേ പാലാ. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. ഇവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ പൂജമോൾക്ക് കൊടുത്തത് ഫ്രിഡ്ജിൽ വെച്ച പാലും ആമിക്ക് കൊടുത്തത് ശാരദ ഇന്നലെ രാവിലെ കൊണ്ടുവന്ന പുതിയ പാലുവാ. അങ്ങനെ പഴയ പാൽ ഉപയോഗിച്ച് നീ ഇവിടെ ആരും ലാഭിക്കണ്ട. തലേ ദിവസത്തെ പാല് ചായക്ക് മാത്രം എടുത്താൽ മതി. ഇനി അല്ലെങ്കിൽ അതങ്ങെടുത്ത് കളഞ്ഞേക്ക്. പഴകിയ പാല് മേലിൽ ഈ പിള്ളേർക്ക് 2നും കൊടുത്തു പോകരുത്. ഇനി അതല്ല, ശാരദയുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പാല് കൊള്ളില്ലെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കണം. ഇനി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ആർക്കും ഉണ്ടാകാൻ പാടില്ല. എന്തായാലും വലിയ പ്രശ്നമില്ലാതെ തിരിച്ചു വന്നല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ദത്തം പോകാൻ വരട്ടെ. നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഞാനൊരു തീരുമാനം അങ്ങ് അറിയിക്കുക. എന്താ മുത്തശ്ശി? നേരത്തെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു വെച്ച കാര്യം തന്നെയാ. എന്നാലും അതിത്തിരി പെട്ടെന്ന് വേണമെന്ന് ഇപ്പൊ ഒരു തോന്നല്. എന്ത് കാര്യം? നാളെ കഴിഞ്ഞ് ഞാൻ ഓച്ചിറയിൽ ഭജന ഇരിക്കാൻ പോവാ. എന്റെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും ഐശ്വര്യത്തിനും അത് ഉടൻ തന്നെ ചെയ്യണമെന്ന് ദൈവം എന്നോട് ഓർമ്മിപ്പിക്കുന്നു. മുത്തശ്ശി ഒറ്റയ്ക്കാണോ പോകുന്നത്? അതെ, ഞാൻ ഒറ്റയ്ക്ക് പോയാലെന്താ കുഴപ്പം? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ആരെങ്കിലും പിടിച്ചോണ്ട് പോകാൻ. പിന്നെ ഗോമതി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു സഹായ. പക്ഷേ വേണ്ട, ഈ സമയത്തെ ഇവള് വേണ്ടത് ഇവിടെയാ. പഴകിയ പാലാണെങ്കിലും അത് സമയത്തിന് എടുത്തു കൊടുക്കാൻ ഒരാൾ വേണ്ടേ? ഞാൻ ഇവിടെ ഇല്ലെന്ന് കരുതി നീ ഒരുപാടങ്ങ് അറുമാദിക്കൊന്നും വേണ്ട. എല്ലാം ഞാൻ അപ്പ വിളിച്ചു ചോദിക്കും. ഞാൻ പറയുന്നത് മാത്രം നീ അങ്ങ് കേട്ടാ മതി. അല്ല മുത്തശ്ശി, ഇപ്പൊ തന്നെ ഭജന ഇരിക്കാൻ പോകണമെന്ന് നിർബന്ധമുണ്ടോ? ആ ഉണ്ട് പോനെ. ഞാൻ അന്നൊരു ജ്യോത്സ്യനെ കണ്ടപ്പോ അയാള് പറഞ്ഞു പൂജമോൾക്കും ആദിക്കും ഇതത്ര നല്ല സമയമല്ലെന്ന്. എത്രയും പെട്ടെന്ന് ദൈവപ്രീതി വരുത്തണമെന്ന്. ചിലപ്പോ നിങ്ങൾക്കൊക്കെ ഇതൊരു അന്ധവിശ്വാസമായിട്ട് തോന്നും. പക്ഷെ എനിക്കിത് വിശ്വാസമാണ്. മനുഷ്യന് കഴിയാത്ത പല കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിച്ചാൽ നടക്കും മക്കളെ. ഇന്നലെ വരെയുള്ള ജീവിതം തന്നെ അതിന് ഏറ്റവും വലിയ തെളിവാണ്. അമ്മയും അച്ഛനും ഇല്ലാത്ത 2 കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തി ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ? ഇനി അങ്ങോട്ടും അവരുടെ ജീവിതത്തിന് നന്മയുണ്ടാകാൻ ഞാൻ ദൈവത്തെ കൂട്ടുപിടിച്ചേ പറ്റും. ഏത് കഠിനവ്രതം നോറ്റിട്ടാണെങ്കിലും മുത്തശ്ശി നിങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കും. ആമി, ഞാൻ ഇറങ്ങാം. ആദി, പോയിട്ട് കാണാം. ശരി. ഡേ, അവരുടെ മുന്നിൽ വെച്ച് നിന്നെ പൊളിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ചാ ഞാൻ മിണ്ടാതിരുന്നേ. നീ എന്തിനാടേ പന്തിയിൽ പക്ഷാഭേദം കാണിച്ചേ? ഞാൻ എന്ത് കാണിച്ചു? നീ ഒന്നും കാണിച്ചില്ലേ? നീ എന്തിനാടേ പഴകിയ പാല് പൂജമോക്ക് എടുത്തു കൊടുത്തേ? അയ്യോ അമ്മേ, ഞാനത് മനഃപൂർവ്വം ചെയ്തല്ല. ഈ 2 പാലും കൂടെ മിക്സ് ചെയ്തപ്പോ. നീ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ബുദ്ധിമുട്ടണ്ട. ഇനി നീ ഇങ്ങനെ എന്തെങ്കിലും വേറുകൃത്യം കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ, ഞാൻ ഭജന ഇരിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ വീട്ടിൽ ആർക്കെങ്കിലും നിന്നെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ, ഗോമതി, ഇതെല്ലാ തവണയും പറയുന്ന പോലെയല്ല, സത്യമായിട്ടും നിന്നെ വെളിച്ചെണ്ണ ഞാൻ പൊരിച്ചെടുക്കും. അയ്യോ അമ്മേ, ഞാൻ മാനം മര്യാദയ്ക്ക് ഏഷണിയും പാരവെപ്പും ഒന്നും ഇല്ലാതെ, ആമയും പൂജ എന്ന വ്യത്യാസമില്ലാതെ എന്റെ പിള്ളേരെ നീ സംരക്ഷിച്ചോണം. അല്ലാതെ ഈ അടുക്കളയുടെ ഇട്ടാവട്ടത്തിൽ കിടന്ന് നീ നാറിയ രാഷ്ട്രീയം കളിച്ചെന്ന് ഞാൻ അറിഞ്ഞ, ഗോമതി,
ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാന മുന്നറിയിപ്പാ. നോക്കിയും കണ്ടു നിന്ന നിനക്കും കൊള്ളാം. എനിക്കിത് തന്നെ കിട്ടണം. കണ്ണാടി നോക്കി ഞാൻ എന്നെ വിളിക്കുന്നത് ചെമ്പകശ്ശേരി ഗോമതി എന്ന. ജയശങ്കനിയമ്മയല്ല, ഇനി സാക്ഷാൽ തലേക്കാവിലമ്മ നേരിട്ട് വന്ന് പറഞ്ഞാലും ഈ കുടുംബം തകർക്കാൻ അവതരിച്ച പൂജയെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അമ്മ ചിലപ്പോ വരുമായിരിക്കുമല്ലേ? ഇതൊക്കെ അറിഞ്ഞപ്പോ അമ്മയൊക്കെ പേടിച്ചിട്ടുണ്ടാവും. അമ്മ ഒന്ന് വിളിച്ചാല് താൻ പോവൂ? പോണോ? പോകുന്നില്ല. എങ്ങോട്ടും ഞാൻ പോകുന്നില്ല. ഞാനെന്തിനു പോണം? എവിടത്തെക്കാളും സുരക്ഷിതത്വം വേറെ എവിടെ കിട്ടാനാ? ഇവിടെ ഇപ്പൊ ആദിയില്ലേ? സ്നേഹം കൊണ്ടെന്നെ വേർപ്പ് മുട്ടിക്കാൻ മുത്തശ്ശിയില്ലേ? സത്യത്തില് എനിക്കിവിടെ എന്താ ഇല്ലാത്തത്? ഗർഭിണിയായ ഏതൊരു പെണ്ണും കൊതിക്കുന്നതിനപ്പുറം എല്ലാ സൗഭാഗ്യങ്ങളും ഈ ചെമ്പകശ്ശേരി വീട് എനിക്ക് തന്നില്ലേ? ഇതിനൊക്കെയുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് മാത്രം ഇപ്പൊ എന്റെ കോംപ്ലക്സ്. തന്റെ യോഗ്യതയ്ക്ക് എന്താ ഒരു കുറവ്? എന്താ ഒരു കൂടുതല്? എന്നോടുള്ള സഹതാപം കൊണ്ട് ആദ്യം എങ്ങനെയൊക്കെ മറച്ചു വെച്ചാലും എനിക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇവിടെ നിങ്ങളുടെയൊക്കെ കാരുണ്യത്തിന്റെ നടുവിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും ഞാൻ എത്രമാത്രം ദൈവത്തിന് നന്ദി പറയാറുണ്ടെന്നോ? പൂജ, ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും ഇങ്ങനൊരു രക്ഷാമാർഗം ദൈവം എനിക്ക് തുറന്നിട്ടത്. ഒരൗദാര്യവും ഒരുപാട് പിടിച്ചു പറിക്കാൻ പാടില്ലല്ലോ. ഞാൻ പറയുമ്പോ ആദ്യം എന്നോട് പിണങ്ങരുത്. ആവേശങ്ങൾക്കപ്പുറം ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ് ജീവിതം. നമുക്കൊന്നിച്ച് ഒരു നല്ല ജീവിതം ഒരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇനി നമ്മളത് ആഗ്രഹിച്ചാൽ തന്നെ അത് നമുക്ക് ചുറ്റുള്ളവര് അനുവദിച്ചു തരില്ല.